ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഫ്ലിക്സ് ബസ്സിലാണ് കേട്ടോ ബെൽജിയത്തിലേക്ക് പോകുന്നത്. ബെൽജിയത്തിൽ ബ്രസൽസിൽ പോകാനാണ് പ്ലാൻ. ഒരു ടാസ്ക് പിടിച്ച് നമ്മുടെ പഴയ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. നമ്മൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പില്ലേ, സെയിം ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഫ്ലെക്സ് ബസ്, എല്ലാ ഫ്ലെക്സ് ബസ്സസും വരും. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. നമ്മൾ വന്ന അതേ സ്റ്റോപ്പിൽ നിന്ന് തന്നെയാണ് ഫ്ലെക്സ് ബസ് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ട്രാഷൊക്കെ മറ്റേ ട്രാൻസ്പാരന്റ് കവറിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എന്തിനാണ് വെളിയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാവുമല്ലോ എനിക്ക്. ശരിക്കും ഭയങ്കര ചവറും ഒരുമാതിരി. അന്ന് രാത്രി ഭയങ്കര സ്മെല്ലായിരുന്നല്ലേ. നമ്മളിപ്പോൾ ട്രാക്ക് അവിടെ ഇതിനകത്ത് അപ്ഡേറ്റ് ആവും. അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങളിവിടെ 19 വന്നു. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ബസ് വരുന്നത്. പക്ഷെ ശരിക്കും അല്ലേ, തിരുവനന്തപുരം ബസ് സ്റ്റോപ്പ് ഇതിനേക്കാളും വൃത്തിയുണ്ട്. ഇതൊരു മാതിരി. ആ കാണുന്ന ബോർഡിൽ പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാറ്റ്ഫോം നമ്പർ 07 എന്നൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ 90 കിടക്കും. അത് നോക്കിയാൽ എവിടെയാണ് വരുന്നതെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. ഇത് തന്നെ നമ്മുടെ ട്രെയിൻ ആണ്, ബസ്. ഇതിൽ മറ്റേനേക്കാളും കുറച്ചും കൂടെ സ്ഥലമുണ്ട് കേട്ടോ. കാലൊക്കെ തരാം. ഞങ്ങൾ ഫ്രണ്ടിലാണ് കേട്ടോ. ബൈ റോഡ് നല്ലൊരു ട്രിപ്പാണ് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ ഉള്ള റോഡാണ്. ആശാൻ ഉറങ്ങിപ്പോയി. അവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂറേ ഉള്ളൂ ബെൽജിയത്തിലേക്ക്. ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് ഏകദേശം ഒരു ഉച്ചര ആയപ്പോഴേക്കും ഞങ്ങൾ ബെൽജിയത്തിലെത്തി കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കത്തുന്ന വിശപ്പായതുകൊണ്ട് ഞങ്ങൾ നേരെ ഫസ്റ്റ് നോക്കിയത് എവിടെ പോയി കഴിക്കാം എന്നാണ്. ഏകദേശം 1:30-2 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ഗൂഗിളിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു റീന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം. റൊസീറ്റ കെൻറ്റീൻ. ഇവിടെ ചിക്കൻ വിങ്സ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കേട്ടോ. കൊള്ളാം. എല്ലായിരിക്കും മെക്സിക്കൻ കുറച്ച് നമ്മുടെ ഇതിന് സ്പൈസി ആണല്ലോ സംഭവം. അയ്യോ, ഇഷ്ടമാണോന്നോ. ഇതൊരു അടിപൊളി ഇൻസ്റ്റാഗ്രാമബിൾ കഫേ എന്നൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇവിടുത്തെ ടൈൽസ് ഒക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് നമ്മുടെ വീട്ടിലെ മറ്റേ വാളിലൊക്കെ ഡെക്കറേഷൻ വയ്ക്കുന്ന പ്ലേറ്റ് അല്ലേ. ജോഷിന് ഇവിടെ മാപ്പ് പഠിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. അയ്യോ, ബ്രസൽസ് മാപ്പ്, ഫ്രീ മാപ്പ്. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ ഇവിടെ. അപ്പോൾ അതിനകത്ത് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഏരിയ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇതാണ് ഗ്രാൻഡ് പ്ലേസ് കേട്ടോ. ഇവിടുത്തെ ഒരു സ്ക്വയർ പോലത്തെ സംഭവമാണ്. ആൻഡ് ഓൾമോസ്റ്റ് കാണാനുള്ള കുറേ സ്ഥലങ്ങൾ ഇതിൻ്റെ ഈ ഒരു അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പം നമുക്ക് നടന്ന് കാണാം.
അവിടെ നിന്ന് ഞങ്ങൾ നേരെ കണ്ട ഒരു ചർച്ചിലേക്ക് പോയി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ച് കേട്ടോ. അപ്പോൾ ഇവിടെ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ചർച്ചസ് ആണ്. നമ്മുടെ എല്ലാ വീഡിയോസിലും ഒന്ന് രണ്ട് ചർച്ച് വെച്ചൊക്കെ എന്തായാലും കാണും. അവരുടെ ആർക്കിടെക്ചറും അവിടുത്തെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ് കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങളവിടെ പോയി അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ ആലോചിച്ചു, നമ്മുടെ ബെൽജിയം ചോക്ലേറ്റ് ഭയങ്കര ഫേമസ് ആണല്ലോ, അപ്പോൾ അത് കുറച്ച് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഷോപ്പിലിട്ട് പോവാണ്. അതാണ് മാനിക്കിൻ പിസ്. ഇവിടുത്തെ ഒരു ഫേമസ് സ്റ്റാച്ചു ആണ്. അപ്പം നമ്മൾ കാണാൻ വേണ്ടി പോകും. മാനിക്കിൻ പിസ് അതാണ് ഇവിടുത്തെ സിമ്പിൾ. ക്യാൻ യു ബിലീവ് ഇറ്റ്? The milk one? This is the milk one, right? This is white and this is milk. Dark. The white one. Can you get one white one? Get one. Let me. Este negro. Thank you. I take this one. Okay, I'll buy one of this. Which one you want? White or the other one? Both? No, choose one. Okay, fine. We'll get that. Thank you. ബെൽജിയൻ ചോക്ലേറ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. മുമ്പ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് ഇവിടെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്രാൻഡ് പ്ലേസ് ഇതാണ് കേട്ടോ. അല്ലല്ല, ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒറിജിനൽ സൗണ്ട് ഇല്ല, അതുപോലെ ഭയങ്കര ലൈവ്ലി ആണ് ഈ പ്ലേസ്. ഗ്രാൻഡ് പ്ലേസസ് കവേർഡ് വിത്ത് ലോട്ട് ഓഫ് ബിൽഡിങ്സ്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി ഇനി ഇതൊക്കെ സെർച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് തോന്നി ബെൽജിയം. അപ്പോൾ ഇവിടെ ഈ മ്യൂസിക് ഷോസും അത് ഇതൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ സ്ക്വയർ. അവിടെ നിന്ന് ഞങ്ങൾ കണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് തല മറിഞ്ഞുകൂടാതെ നമ്മളിങ്ങനെ അടുത്ത് എന്താ എന്നറിയാതെ ഇങ്ങനെ സസ്പെൻസിൽ എക്സ്പ്ലോർ ചെയ്ത് നടക്കാനായിട്ട്. ഡോറ ദ എക്സ്പ്ലോറർ ആവാൻ കുറച്ച് അത്യാഗ്രഹം കൂടുതലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ലേസ് പാലസ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടോ. ഇവിടെയൊക്കെ ഇതൊരു പ്രത്യേക സ്ഥലമായിരുന്നു, ഞാനിതൊരു ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ലേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ യൂറോപ്യൻ സ്റ്റൈലിലുള്ള പല പല ടൈപ്പിലുള്ള ലേസസും ക്ലോത്ത്സും ഒക്കെ ഇവിടെ കാണാൻ പറ്റിയിട്ട് ഞങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആദി, എന്താ ആദി നിനക്കൊരു വല്ലായ്മ? അത് അവിടെ ഉണ്ട് ഒറിജിനൽ. വാ അങ്ങോട്ട് പോവാം. വാ. അതിന്റെ ഡ്രസ്സൊക്കെ ഇടിച്ചെടുത്തേക്കാം.
അയ്യോ ദേ പോണം. ആദ്യം പോണോ? അയ്യോ ആദ്യം അവിടെ നിന്ന് ഞങ്ങളിത് ഫേമസ് ബെൽജിയൻ വാഫിൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴി തന്നെ ഒരുപാട് വാഫിൾ കടകളുണ്ടായിരുന്നു. അപ്പോൾ ചൂടായിട്ട് വാഫിൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന മണം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാഫിൾസ് എടുത്തു. 1 വിത്ത് ബനാന, 1 വിത്ത് സ്ട്രോബെറി, അങ്ങനെ. നിങ്ങൾ രണ്ടുപേരും ഇത് യെല്ലോ, നിങ്ങൾ രണ്ടുപേരും യെല്ലോ. കുടിക്കാൻ വേണ്ടി പാട് വിട്ടോണ്ട് ഐഡിയ ഇസ് ഗുഡ്. ഓക്കെ, പക്ഷെ ക്രീമുള്ളവർക്ക് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. മോണ്ടെ ദേ ആർട്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഈ നേരെ പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നടക്കാം. ആദ്യം കളിച്ചോ? പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലൈവ്ലി കൺട്രിയാണ് ബെൽജിയം. പാരീസിനെക്കാളും ഞങ്ങൾക്ക് തോന്നി കുറേ കൂടെ ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര ഡാൻസിങ്, മ്യൂസിക് ആൻഡ് ഗെറ്റിംഗ് ടുഗെദർ. സൺഡേ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷെ കുറേ കൂടെ ഭയങ്കര ലൈവ്ലി കൺട്രി ആയിട്ട് തോന്നും. ഇതിൻ്റെ കൂടെയുള്ള പാലസ് കൂടി കാണണം എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ പാലസ് ഇസ് അണ്ടർ കൺസ്ട്രക്ഷൻ, എന്തോ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയൊന്നും കാണാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ തിരുന്നായിരുന്നു, കുറേ നേരം റെസ്റ്റ് എടുത്തു. 2 ദിവസമായിട്ടുള്ള അലച്ചിലായത് കാരണം എല്ലാവരും നന്നായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് വൈൻഡ് അപ്പ് ചെയ്തു. നമുക്കിനി ഇവിടെ ഒരു ഫ്രണ്ടിനെയും കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബസ് കയറി തിരിച്ച് നമ്മുടെ ആംസ്റ്റർഡാമിലേക്ക് പോവാണ്. അതിനു മുമ്പേ നമ്മൾ ഈ ഒരു ചെറിയ മോള് പോലത്തെ ഒരു സ്ഥലമുണ്ട്, റോയൽ ഹുബർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇതൊരു കൊച്ചു മോള് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഡിഫറെൻറ്റ് ഷോപ്സ് എക്സ്പീരിയൻസ് ചെയ്ത് വരുമായിരുന്നു. ഇത് കണ്ടിട്ടൊരു പഴയ കാലം മോള് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കുറേ കളറൊക്കെ ഉണ്ട്. റോളക്സ് വാച്ച് കണ്ടോ? ഇതൊരു ചോക്ലേറ്റ് കടയാണ് കേട്ടോ.
ഈ സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ ഡേ ഇൻ ബെൽജിയം ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ കണ്ട് അവരോട് സംസാരിച്ചിട്ട് നമ്മൾ നേരെ ഫ്ലിക്സ്ബസ് കയറി ആംസ്റ്റർഡാമിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു കൺട്രിയിൽ നിന്ന് മീറ്റ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്, താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.